Hello friends, it's me Shabir, MalluKarper and പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തംബ്നെയിൽ കൊടുത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണാം. വീട്ടമ്മ സ്പെഷ്യൽ ഐറ്റം എന്ന് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. എന്താണ് ഐറ്റം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തംബ്നെയിൽ ഒരു ഇമേജ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എന്താണ് ഒരു ഐറ്റം എന്ന്. നമ്മളിന്ന് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ട ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്തില്ലെങ്കിലും ചിലപ്പോൾ വീട്ടമ്മമാർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു ഐറ്റം ഇല്ലെങ്കിൽ കേരളത്തിൽ ഒരു വീട്ടമ്മമാരും അഡ്ജസ്റ്റ് ചെയ്യൂല. കാരണം കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഐറ്റം മസ്റ്റാണ്. അതായത് കേരളത്തിലെ തേങ്ങ ചിരവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തെ ചിരവ് ഇപ്പോഴത്തെ കാലത്തെ ചിരവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മോഡലുകളും വെറൈറ്റീസും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലുണ്ട്. നമ്മളെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചിരവ. ആ ഒരു ചിരവയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഐറ്റമാണ് ഈ ചിരവ എന്നൊക്കെ പറഞ്ഞത്. കാരണം അതിൻ്റെ ബ്ലേഡ് നമ്മൾ പുറത്തുനിന്ന് ഓൾറെഡി മേടിക്കും. അതിലുള്ള 2-3 സ്ക്രൂ, പിന്നെ നമുക്ക് വേണ്ട ചെറിയൊരു പലക കഷ്ണമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് മഹാഗണിയുടെ ഒരു പലകയാണ്. ഏകദേശം 8 ഇഞ്ച് വീതിയിലുള്ള ഒരു പലകയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 5 അടി നീളമുണ്ട്. നമുക്ക് ഇത്രയും നീളമൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ചിലവൊക്കെ ഏകദേശം ഒരു 19 ഇഞ്ച് നീളത്തിലുള്ളൊരു പലക നമുക്ക് മതി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ 19 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനിയും കട്ട് ചെയ്യാനുണ്ട്. പക്ഷേ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു റഫ്നെസ്സൊക്കെ ഒന്ന് മിനുസാക്കി എടുക്കണം. അങ്ങനെ നമ്മളെ പലകൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ വേറൊരു പലകൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് മഹാഗണിയുടെ പീസ് തന്നെയാണ്. ഏകദേശം 6 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയും വരുന്നൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വർക്കിൻ്റെ ബാലൻസ് പീസ് എടുത്താണ്. അത് നമ്മൾ ഇനി വലിയ ഈ പീസ് വന്ന് നമുക്ക് എടുക്കേണ്ടെന്ന് കരുതിയത്, ഒരു ചെറിയ പീസ് ഇനി പൈന്ന് കട്ട് ചെയ്തെടുക്കേണ്ടെന്ന് കരുതിയിട്ട് വേറൊരു ഓൾറെഡി ഉള്ളൊരു പീസ് എടുത്തതാണ്. പിന്നെ വേറൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 8 ഇഞ്ച് വീതിയിലുള്ള പലക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 8 ഇഞ്ചല്ല കേട്ടോ, 7 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിപ്പോയതായിരുന്നു. ഞാൻ ആ വീഡിയോ പിന്നെ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയ സമയത്താണ് 8 ഇഞ്ച് എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 7 ഇഞ്ച് വീതിയിലുള്ള പീസിൽ 19 ഇഞ്ച് നീളത്തിലുള്ളൊരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ 6 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 19 ഇഞ്ചുള്ള വീതിയിലുള്ള ഈ പീസിൽ നിന്ന് ഏകദേശം 8 ഇഞ്ചിൻ്റെ ഒരു പീസ് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിരുന്നതിൻ്റെ ബാലൻസ് പീസ് ഇവിടെ ഉണ്ട്. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു പീസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3/6. ഇനി നമുക്ക് ഇതിലാണ് കട്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്ത രീതിയിലാണ് നമുക്കിത് ജസ്റ്റ് കട്ട് ചെയ്യാനുള്ളത്. അതിന് ഞാൻ എടുത്തിട്ടുള്ള ഒരു 2 ഇഞ്ചിൻ്റെ ഹോൾസോ കട്ടറാണ്. അങ്ങനെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഹോൾസോ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കോണായിട്ട് കട്ട് ചെയ്താലും ഇത് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിരവൻ്റെ നാവ് നമ്മൾ ഇതുമ്മലാണ് ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ഇത് പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ തേങ്ങ ചിരവുമ്പോൾ നോർമലി നമ്മൾ ഇതിന് താഴെ പ്ലേറ്റ് വെക്കുമല്ലോ, ആ പ്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പീസ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ചെയ്യാൻ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൈഡും ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് പ്ലേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എന്തെങ്കിലും കറപ്ഷന് ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ പ്ലേറ്റ് ഇങ്ങനെയാണ് നമ്മളിതിൽ പ്ലേസ് ചെയ്യുക സാധാരണ തേങ്ങ ചിരവുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ഈ നാവും കൂടിയും വെക്കുമ്പോൾ ഈ ഇതിന് കുറച്ച് വലുപ്പം കൂടുതലാണെന്നൊരു അഭിപ്രായം. അപ്പോൾ നാവുംപൊടി ഇങ്ങനെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ തേങ്ങ ചേരുന്നതൊക്കെ പുറത്തേക്കായിരിക്കും പോവുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേറ്റിംഗ് കൂടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒന്നുകൂടി നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നീളം കുറച്ച് നമുക്കൊന്ന് കുറക്കാം. ഇപ്പോൾ നമ്മൾ 6 ഇഞ്ച് നീളത്തിലാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 6 ഇഞ്ച് വേണ്ട, നമ്മൾ ജസ്റ്റ് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ച് മതി. അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പീസുകളൊക്കെ നമ്മളെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മളെ ബ്ലേഡ് സെറ്റ് ചെയ്യാനുള്ള പീസ് ഞാൻ ചെറുതാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഈ ബ്ലേഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലേഡ് പറഞ്ഞാൽ ഇതിൽ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. അതേ കറക്റ്റ് അളവിൽ നമുക്കിതിന് ഹോൾ ഇത് നമുക്ക് ഈ ഒരു പീസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഹോള് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പെൻസിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്. ഏകദേശം 5 mm ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹോൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യം ഈ 8 ഇഞ്ച് പീസ് ഉണ്ടല്ലോ, 8 ഇഞ്ച് പീസ് മേൽ നമ്മളൊരു 11 ഇഞ്ചിൻ്റെ പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്യണം. അതിന് ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഷേപ്പ് ആക്കിയിട്ടില്ല, 3 സൈഡ് മാത്രമാണ് ഞാൻ ഈ 11 ഇഞ്ച് പീസിൻ്റെ വശങ്ങൾ ഞാൻ ഷേപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഷേപ്പ് ആക്കിയത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിതിൽ ഇത് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ആദ്യം കുറച്ച് സ്ക്രൂ ആയിട്ടുള്ള ഹോൾ അടിക്കുക. ഒരു 3 ഹോളാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ബ്ലാക്ക് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് നമുക്കൊന്ന് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ച് പീസിൻ്റെ ഇതിൽ നമുക്ക് ജസ്റ്റ് സ്ക്രൂ കയറ്റി വെക്കാം. എന്നാലും നമുക്ക് പെട്ടെന്ന് ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള നമ്മളെ ബ്ലേഡ് വെക്കാനുള്ള പീസാണ് ഇത്. കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വെച്ചിട്ട് വേണം ഇത് ജോയിൻറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ലാസ്റ്റ് വർക്ക് ഇതിൻ്റെ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നതാണ്. അതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചിരവൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ചിരവായതുകൊണ്ട് നമുക്ക് ഇതിന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ച് ഭംഗിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോളിഷ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കേണ്ടവർക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ ബ്ലേഡ് കൂടി ഫിറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളമ്മമാരൊക്കെ തേങ്ങ ചിരണ്ടുന്ന നേരത്തെ നമ്മളെ ആ ചിരവോണ്ടനെ തൊച്ചാട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചിരവുണ്ടാക്കാനും പഠിച്ചു. നമ്മൾ ചിരവുണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കട്ടോ. കാരണം കട്ടിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ജോയിനിങ് ഒന്നും കറക്റ്റ് ആവില്ല. ജോയിനിങ് കറക്റ്റ് ആയില്ലെങ്കിൽ അറിയാലോ, അതൊരു വില ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളന്മാർക്ക് ഈ ഒരു ചിരവന്നെ മതിയാവും നമുക്ക് തലക്കെട്ടടിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മളിതൊരു പുതിയ ചാനലായതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നേരിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. കമൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിലൂടെയും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് കമൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷന് ഒരു യൂട്യൂബിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഉണ്ട്. അപ്പോൾ അതിലൂടെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തോളൂ. എന്നാൽ പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിയോളും, മിസ്സാവില്ല. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.